Good morning students. Programming in C ക്ലാസ്സിൽ മൊഡ്യൂൾ 2 ഒരു പോർഷനാണെന്ന് കവർ ചെയ്യുന്നത്. മൊഡ്യൂൾ 2 രണ്ട് പോർഷൻസ് ഉണ്ട്, ഫങ്ഷൻസ് ആൻഡ് പോയിന്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ഫങ്ഷൻ ഇൻ സി? അപ്പോൾ എന്താണ് ഫങ്ഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രോഗ്രാമിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്തിനാണ് ഫങ്ഷൻ പഠിക്കണേന്ന് അറിയണം. അല്ലെങ്കിൽ ആ ഫങ്ഷൻ എഴുതുന്നതിൻ്റെ യൂസ് എന്താണ്, ഏത് സിറ്റുവേഷനിലാണ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് അറിയണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് അത് എങ്ങനെ എഴുതണം, അതിൻ്റെ ഡിക്ലറേഷൻ പാർട്ടിൽ എന്തൊക്കെ സെക്ഷൻസ് ആഡ് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് എന്താണ് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം എവിടെയാണ് ഫങ്ഷൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, നിങ്ങളൊരു പ്രോഗ്രാമർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യണം. പ്രൊജക്റ്റിൽ നമുക്കറിയാം, നോർമൽ ഒരു പ്രൊജക്റ്റിൽ ഒരു തൗസൻഡ്സ് ഓഫ് ലൈൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ 10,000 ഒക്കെ ഉണ്ടാവും, അതിന് മേലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ പ്രൊജക്റ്റിലെ തൗസൻഡ്സ് ഓഫ് ലൈനാണ് ഞാൻ ഏകദേശം ഈ ഡോട്ടഡ് ലൈനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ചില പോർഷൻസിലായിട്ട് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസിൽ നിന്ന് ലാർജസ്റ്റ് കാണാനുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അറേ വാല്യൂസ് തന്നെ ആയിക്കോട്ടെ, അറേ എലമെൻസിൽ നിന്ന് ലാർജസ്റ്റ് കാണാനുള്ള സ്റ്റെപ്സ് എഴുതിയിട്ടുണ്ട്. പല പ്രോഗ്രാമിൻ്റെ പല ലൊക്കേഷനിലായിട്ട് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, നോർമൽ കേസിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രോഗ്രാം ചെയ്യുക? എവിടെയൊക്കെയാണോ ലാർജസ്റ്റ് കാണേണ്ട സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ലാർജസ്റ്റും സെക്കൻഡ് ലാർജസ്റ്റും സ്മോളസ്റ്റ് കാണാനൊക്കെ. അപ്പോൾ എവിടെയൊക്കെയാണ് ലാർജസ്റ്റ് കാണേണ്ടത് അവിടെയൊക്കെ ആ ഒരു ലൈൻസ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയല്ലേ പ്രോഗ്രാം ചെയ്യാം. അങ്ങനെയുള്ളൊരു പ്രോഗ്രാമാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് എല്ലായിടത്തും ലാർജസ്റ്റ് കാണാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ലാർജസ്റ്റ് കാണണമെങ്കിൽ ഒരു 15 ലൈൻസ് വേണം. അതിൻ്റെ കോർ പാർട്ട് ആണെന്ന് വെച്ചാൽ ഒരു 7-8 ലൈൻസ് ലാർജസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലൈൻസ് വെച്ചിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാം എഴുതി. പക്ഷേ ഒരു ബെസ്റ്റ് പ്രോഗ്രാമർ ഒരിക്കലും അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു ബെസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് മെമ്മറി ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. പ്രോഗ്രാമിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് മെമ്മറി യൂസേജ് കൂടും, പ്രോഗ്രാമിന് എക്സിക്യൂഷൻ ടൈം കൂടും, അത് യൂസ് ചെയ്യാനും ഡിഫിക്കൽട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരു ബെസ്റ്റ് പ്രോഗ്രാമർ ഈ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലാർജസ്റ്റ് കാണാനുള്ള പോർഷൻസ് അല്ലേ, ഇപ്പോൾ ഇവിടെ 9 പ്ലേസിൽ വരുന്നുണ്ട്, ഇതിനെല്ലാം അങ്ങ് റിമൂവ് ചെയ്ത് കളയും. ലാർജസ്റ്റ് കാണാനുള്ള 9 പ്ലേസിലും ഉള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്സിനെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ മെയിൻ മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ. മെയിൻ ഫങ്ഷന് ഔട്ട്സൈഡായിട്ട് ഈ കോഡ് കൊണ്ടുവന്ന് റൈറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇപ്പം ഇതെല്ലാം മെയിൻ ഫങ്ഷനകത്താണല്ലോ. മെയിൻ ഫങ്ഷന് ഔട്ട്സൈഡായിട്ട് ഈ ലാർജസ്റ്റ് കാണാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിനെ റൈറ്റ് ചെയ്ത് വെക്കും. അത് എഴുതുന്നതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. പ്രോഗ്രാം റൺ ചെയ്തിട്ട് പ്രോഗ്രാം റൺ ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്താണ് ലാർജസ്റ്റ് കാണണം. അപ്പോൾ ലാർജസ്റ്റ് കാണേണ്ട വാല്യൂസ് എടുത്തിട്ട് ഈ മെയിൻ ഫംഗ്ഷൻ ഔട്ട്സൈഡ് എഴുതിയിരിക്കുന്ന ആ പ്രോഗ്രാമിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും, പാസ് ചെയ്യിക്കും. ദെൻ റിസൾട്ടൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം, ലാർജസ്റ്റ് കണ്ടതിന് ശേഷം തിരിച്ച് റിസൾട്ട് മെയിൻ ഫംഗ്ഷനിൽ എവിടെയാണോ കോൾ ചെയ്ത് അവിടേക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കും. ദെൻ അഗെയിൻ അത് പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുക, അഗെയിൻ പിന്നെയും വരികയാണ് ലാർജസ്റ്റ് കാണാൻ. അപ്പോൾ ആ ലാർജസ്റ്റ് കാണേണ്ട വാല്യൂസിന് ഈ ഔട്ട്സൈഡിലേക്ക് പാസ് ചെയ്യും, ഇവിടെ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് റിസൾട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യിക്കും. അങ്ങനെ എവിടെയൊക്കെയാണോ ലാർജസ്റ്റ് കാണേണ്ടത് അവിടെ നിന്നെല്ലാം വാല്യൂസ് ഈ ഔട്ട്സൈഡിൽ മാറ്റി എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് കൊടുത്തിട്ട് തിരിച്ച് റിസൾട്ട് ഇങ്ങോട്ട് എടുത്തു വയ്ക്കും. അപ്പോൾ ഒരു ഫൈനൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ഔട്ട്സൈഡിലേക്ക് മാറ്റി എഴുതുക, ഒരു പേരൊക്കെ കൊടുത്ത് കുറച്ച് റൂൾസൊക്കെ കൊടുത്ത് മാറ്റി എഴുതുക. യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസർ ഡിഫൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ യൂസർ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി എഴുതുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഫംഗ്ഷൻ്റെ അഡ്വാൻറ്റേജസ് എന്താ? അങ്ങനെ മാറ്റി എഴുതുമ്പോൾ എത്രയോ ലൈൻസ്, ഇപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ആകുമ്പോൾ ഒരു നിയർ 100 ലൈൻസ് സേവ് ചെയ്യാം. എല്ലായിടത്തും സെയിം കോഡ് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം മാറ്റി എഴുതുമ്പോൾ അത്രയും പ്ലേസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കുറയും, അത്രയും പ്ലേസിലുള്ള മെമ്മറി യൂസേജ്, അത് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ മാറ്റി എഴുതുന്നതാണ് ഫങ്ഷൻ. ഇനി ഇതെങ്ങനെ മാറ്റി എഴുതും, എങ്ങനെയാണ് മെയിനിൽ നിന്ന് ഇതിലേക്ക് വാല്യൂസ് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഈ റിസൾട്ട് എങ്ങനെയാണ് തിരിച്ച് കോൾ ചെയ്തെടുത്ത് തിരിച്ച് റിട്ടേൺ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും ദാറ്റ് പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ ഡെഫിനേഷനും അവിടെ കൊടുത്തിട്ടുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് പഠിക്കാം. ഫങ്ഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും. ഓക്കെ, ഇനി പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻ സി പ്രോഗ്രാമിൽ ഇൻബിൽട്ട് ആയിട്ട് റൈറ്റ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസിനെയാണ് പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം ലാബിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ്, ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ കൃപാമിസോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങൾ എഴുതിയിരിക്കുന്ന പ്രിൻ്റ് ഓഫ് ഫങ്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്, കറക്റ്റ് ചെയ്യൂ, അല്ലെങ്കിൽ സ്കാൻ ഓഫ് ഫങ്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻ ചെക്ക് ചെയ്യുക, അത് ഓപ്പൺ ആണോ ക്ലോസ് ആണോ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെയെല്ലാം യൂസ് ചെയ്യുന്ന വേർഡാണ് ഫങ്ഷൻ. ഓക്കെ, അവിടെയൊക്കെ ഞങ്ങൾ ഫങ്ഷൻ ചേർത്തിട്ടാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ 4th മൊഡ്യൂൾ പഠിച്ചപ്പോൾ സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. സ്ട്രിങ് ലെങ്ത് കാണാനും കമ്പയർ ചെയ്യാനും കോപ്പി ചെയ്യാനൊക്കെ സ്ട്രിങ് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ഫങ്ഷൻസ് ഇൻബിൽട്ട് ആയിട്ട് അതിൻ്റെ ഹെഡർ ഫയൽ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രിങ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് സ്ട്രിങ് ലെങ്ത് ഓഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ സ്ട്രിങ്ങിനെ അത് സ്ട്രിങ് ലെങ്ത് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത് കാണാനുള്ള പ്രോഗ്രാം അവിടേക്ക് പാസ് അയക്കും. പാസ് ചെയ്ത് റിസൾട്ട് കണ്ടുപിടിച്ചിട്ട് തിരിച്ച് നമ്മളുടെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ ഇപ്പം സ്ട്രിങ് കമ്പാരിസൺ എന്ന് പറഞ്ഞ് 2 സ്ട്രിങ് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം സ്ട്രിങ് കമ്പയർ ചെയ്യാനുള്ള പ്രോഗ്രാം ഹെഡർ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടേക്ക് പാസ് ചെയ്യും. അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് ആ റിസൾട്ട് തിരിച്ച് നമ്മൾ എഴുതിയിരിക്കുന്ന ആ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. യൂസറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ, ഇപ്പോൾ ലാർജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ആ ലാർജസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാറ്റി എഴുതുക. ഇപ്പോൾ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ സിൻറ്റാക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ട് പേടിക്കൊന്നും വേണ്ട, നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, എങ്ങനെയാണ് സിൻറ്റാക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. മുമ്പും ടൈപ്പ് ഓഫ് ഫങ്ഷൻ പറഞ്ഞു, പക്ഷെ നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് റൈറ്റ് ചെയ്യേണ്ടത്. കാറ്റഗറീസ് ഓഫ് ഫങ്ഷൻ ബേസ്ഡ് ഓൺ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻറ്റ്സിൻ്റെയും റിട്ടേൺ വാല്യൂവിൻ്റെയും അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പിൻ്റെയും ബേസിൽ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതറിയണമെങ്കിൽ എന്താണ് ആർഗ്യുമെൻറ്റ്സ്, എന്താണ് റിട്ടേൺ ടൈപ്പ് എന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാം അല്ല, അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം, എന്താണ് ആർഗ്യുമെൻറ്റ്സ്, എന്താണ് റിട്ടേൺ ടൈപ്പ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് പാസ് ചെയ്യുന്ന വാല്യൂവിനെയാണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയാം. ഓക്കെ, പാസ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ആഡ് ചെയ്യാൻ വേണ്ടി 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യേണ്ട 2 നമ്പേഴ്സ് പാസ് ചെയ്യുന്നുണ്ട് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക്. ഓക്കെ, അപ്പോൾ ആ പാസ് ചെയ്യുന്ന എ ബി എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി എ ബി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ എഴുതിയെടുത്ത് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കോഡ് എഴുതണം. ഓക്കെ, അവിടെ വേറൊരു വേരിയബിൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യും, ആണ്. അപ്പോൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂസ് ആണെങ്കിൽ അതിനെ
അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻസിനെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നു. റിസീവ് ചെയ്യുന്നിടത്തുള്ള ആർഗ്യുമെൻസിനെ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്നും പറയും. ആക്ച്വൽ ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സ് എന്നും പറയാം, പാരാമീറ്റേഴ്സ് എന്നും പറയാം. ഓക്കെ, ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ് എയും ബിയും, ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ് എക്സ് ആൻഡ് വൈ. പ്രോഗ്രാമിലേക്ക് തിരിച്ച് വാല്യൂസ് റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ റിട്ടേൺ, അതാണ് റിട്ടേൺ എന്ന് പറയുന്നത്. ഏത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്? ബ്രാക്കറ്റിലായിട്ട്. ഇതൊരു കംപ്ലീറ്റ് ഫങ്ഷൻ്റെ പ്രോഗ്രാം അല്ല, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മെയിനിന് മുമ്പായിട്ട് ഫങ്ഷൻ ഡിക്ലറേഷൻ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം പ്രോഗ്രാമിൽ ഒരു വേരിയബിളോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറോ അറയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്, അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. ഫങ്ഷൻ ആണെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. അപ്പോൾ ആദ്യം ഡിക്ലറേഷൻ പാർട്ട് റൈറ്റ് ചെയ്യണം. ഡിക്ലറേഷൻ പാർട്ട് റൈറ്റ് ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന വാല്യൂൻ്റെ ടൈപ്പ്, റിട്ടേൺ ചെയ്യുന്ന വാല്യൂസിൻ്റെ ടൈപ്പൊക്കെ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതേപോലെ ഫങ്ഷൻ നെയിം അതെങ്ങനെ എഴുതണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും ഫസ്റ്റ് മെയിന് മുമ്പായിട്ട് ഗ്ലോബലി ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കണം. പിന്നെ ഇതിൽ വരുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. ഫങ്ഷൻ കോളിങ്ങിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്ന വാല്യൂസ്, അതാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ദെൻ റിസീവ് ചെയ്യുന്ന കോൾഡ് ഫങ്ഷനിൽ റിസീവ് ചെയ്യുന്ന വാല്യൂസ്, വേരിയബിൾസ്, അതാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻ ഫങ്ഷൻ മാറ്റി എഴുതാം, മെയിൻ ഫങ്ഷൻ ഔട്ടായിട്ട് മാറ്റി എഴുതാം. ആ എഴുതുന്ന ഇതിനെയാണ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഈ ഒരൊറ്റ ലൈൻ. ഓക്കെ, റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഫങ്ഷൻ നെയിമും ആക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂവിൻ്റെ റിട്ടേൺ ടൈപ്പും വേരിയബിളൊക്കെ കൂടി ചെയ്യുന്ന ആ ഒരു പോർഷൻ, അതിനെയാണ് ഫങ്ഷൻ ഡെഫിനീഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് എൻഡിലായിട്ടായിരിക്കും റിട്ടേൺ വാല്യൂ. ഇതാണ് ഒരു ഫങ്ഷൻ എഴുതുന്നതിൻ്റെ സ്ട്രക്ചർ. ഏതൊരു പ്രോഗ്രാം എഴുതുമ്പോഴും ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം, ഫങ്ഷൻ കോളിംഗ് പാർട്ട് ഉണ്ടായിരിക്കണം, ഫങ്ഷൻ ഡെഫിനീഷൻ ഉണ്ടായിരിക്കണം, റിട്ടേൺ വാല്യൂ, റിട്ടേൺ ടൈപ്പാണ്. ഇപ്പം 3 ടൈപ്പ് പഠിച്ചല്ലോ. റിട്ടേൺ ടൈപ്പ് ആണെങ്കിൽ റിട്ടേൺ വാല്യൂ ഉണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫങ്ഷൻ വിത്ത് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻറ്റ്സ് ഒന്നും പാസ് ചെയ്യിക്കുന്നില്ല, തിരിച്ചിങ്ങോട്ട് അതിൽ റിട്ടേൺ വാല്യൂസും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോഗ്രാം റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വലിയൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. ഒരു എസ്സേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുറേ മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്യണം, കുറേ സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അവിടെ റിട്ടേൺ ചെയ്യാൻ വാല്യൂസ് ഇല്ല, അതേപോലെ തന്നെ പാസ് ചെയ്യാനും വാല്യൂസ് ഇല്ല, ജസ്റ്റ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസാണ് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം, അവിടെ MSG എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫങ്ഷൻ നെയിം കൊടുക്കുന്നുണ്ട്. MSG വിളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അത് MSGയിലോട്ട് പോവും. അവിടെ എന്തൊക്കെയാണ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം പെർഫോം ചെയ്യും. എന്ന് വെച്ചാൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാനായിരിക്കാം. ദെൻ അവിടെ ആ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്തതിന് ശേഷം തിരിച്ച് MSG എവിടെയാണോ വിളിച്ചത് അവിടേക്ക് തിരിച്ചു വരും. ഓക്കെ, അതാണ് നോ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോൺ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്, ദെൻ അവിടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു, പക്ഷെ തിരിച്ചിങ്ങോട്ട് വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നില്ല. നോക്കാം, ഇവിടെ മെയിൻ ഫങ്ഷനിൽ ആഡ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്യേണ്ട 2 നമ്പേഴ്സും പാസ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ആർഗ്യുമെൻറ്റ്സ് ഇവിടുന്ന് പാസ് ചെയ്തു, ആർഗ്യുമെൻറ്റ്സ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ അത് അഡീഷൻ പെർഫോം ചെയ്യാണ്. അഡീഷൻ പെർഫോം ചെയ്തിട്ട് ആ റിസൾട്ട് അവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കും. തിരിച്ച് ആ റിസൾട്ട് ആ പ്രോഗ്രാമിലേക്ക് ആവശ്യമില്ല. മെയിൻ ഫങ്ഷനിൽ ഇനി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിസൾട്ടിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ആ റിസൾട്ട് പ്രിൻ്റ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഓക്കെ, അങ്ങനത്തെ കേസിലാണ് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ മെയിൻ ഫങ്ഷൻ ആവശ്യമില്ല, ജസ്റ്റ് ആ റിസൾട്ട് മാത്രം ഡിസ്പ്ലേ ചെയ്യാന്നുള്ള ഒരു
ഫങ്ഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് റിട്ടേൺ ചെയ്യിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുമുണ്ട്, റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നുമുണ്ട്. എന്തിനാ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്നത്? ആ ഫൈൻഡ് ചെയ്ത റിസൾട്ട് ആ പ്രോഗ്രാമിൽ, മെയിൻ പ്രോഗ്രാമിൽ ഇനി ആവശ്യമുണ്ട്. ഓക്കെ, ആ റിസൾട്ട് മെയിൻ പ്രോഗ്രാമിൽ ഇനി വരുന്ന ഓപ്പറേഷൻസിന് വേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് റിട്ടേൺ ചെയ്തെടുക്കുന്നത്. ഇവിടെ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തു, ദെൻ ഇവിടെ ഓപ്പറേഷൻ ചെയ്തു, ആ റിസൾട്ട് ഫൈൻഡ് ചെയ്തിട്ട് ദെൻ ആ സം വാല്യൂ തിരിച്ച് പ്രോഗ്രാമിലേക്ക്, മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്, സെഡ് എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് അതിന് സ്റ്റോർ ചെയ്യുന്നു. ദെൻ ആ സെഡ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇനി പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമ്മിൻ്റെ റിസൾട്ട് ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് തേർഡ് ടൈപ്പ്, ഫങ്ഷൻ വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. അതിൻ്റെ സിൻടാക്സും ഡിക്ലറേഷനും ഡെഫിനീഷനും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഓക്കെ, നോക്കാം. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വിത്ത് റിട്ടേൺ വാല്യൂം ആൻഡ് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഫങ്ഷൻ ഡിക്ലറേഷൻ. അതവിടെ നിൽക്കട്ടെ, അതിൽ നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, എല്ലാ പ്രോഗ്രാം പോലെ ഞാൻ വോയിഡ് മെയിനിൽ സ്റ്റാർട്ട് ചെയ്തു. വോയിഡ് മെയിൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇൻറ്റ് മെയിൻ ആണെങ്കിൽ ഇവിടെ റിട്ടേൺ 0 ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ മെയിനിൽ സ്റ്റാർട്ട് ചെയ്തു. ABS ഞാൻ കൊടുത്തിട്ടുണ്ട്. രണ്ട് നമ്പേഴ്സ് എനിക്ക് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ AB ആഡ് ചെയ്യേണ്ട രണ്ട് നമ്പേഴ്സ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു. ആ ആഡ് ചെയ്യുന്ന നമ്പേഴ്സിനെ ആഡ് ഫങ്ഷനിലേക്ക് പാസ് ചെയ്തു. ആഡ് എന്നാണ് ഫങ്ഷൻ നെയിം കൊടുത്തിട്ടുള്ളത്. ആഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് A,B എന്ന് പറഞ്ഞിട്ട് ആ നമ്പേഴ്സിനെ പാസ് ചെയ്തു. അപ്പോൾ ആഡ് A,B സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ ആഡ് ഈ ഒരു പോർഷനിലേക്ക് ഫങ്ഷൻ ഡെഫിനീഷനിലേക്ക് പോകും. ഓക്കെ, ആഡ് എന്ന് പറയുന്നത് ആണ് ഇവിടെ ഫങ്ഷൻ നെയിം. ആ ഫങ്ഷൻ നെയിമുള്ള ഫങ്ഷൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് പോകും. അപ്പോൾ ഇവിടെ എത്തി. ഓക്കെ, ഇനി ഇവിടെ ഫങ്ഷൻ ഡെഫിനീഷൻ എങ്ങനെ റൈറ്റ് ചെയ്യും അതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ അതിനൊരു സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് മുമ്പൊന്ന് പറയാം. ആദ്യം തന്നെ എഴുതേണ്ടത് റിട്ടേൺ ടൈപ്പാണ്. വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ 3 ടൈപ്പ് പഠിച്ചില്ല, അതിൽ ഒരു കേസിൽ മാത്രമേ റിട്ടേൺ വാല്യൂ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂൻ്റെ ടൈപ്പ് ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ഇപ്പം ഇൻറ്റ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂൻ്റെ ടൈപ്പാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ആഡ് ഇൻറ്റ് എക്സ് കോമ ഇൻറ്റു വൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ AB എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് വരുന്നുണ്ട്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ അതിനെ റിസീവ് ചെയ്യാൻ രണ്ട് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് വേണം. ഇതിൻ്റെ ടൈപ്പ് എന്താണോ, ABയുടെ ടൈപ്പ് എന്താ, ഇൻറ്റ്, അത് തന്നെയായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്, ഇൻറ്റ് എക്സ് കോമ ഇൻറ്റു വൈ. പ്രോഗ്രാം ചെയ്യുമ്പോൾ Aയും Bയും അല്ല യൂസ് ചെയ്യുക, XY ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഗ്രാം നമുക്ക് റൈറ്റ് ചെയ്യാം. റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ മെയിൻ പ്രോഗ്രാം എഴുതുന്ന പോലെ തന്നെ ഇനി എക്സും വൈയും ഡിക്ലെയർ ചെയ്യേണ്ടതേ ഉള്ളൂ. സം ഫൈൻഡ് ചെയ്യണം. സം ഈക്വൽ ടു എക്സ് പ്ലസ് വൈ കണ്ടുപിടിച്ചു. അപ്പോൾ സം എന്ന് പറയുന്നത് ഇതുവരെ യൂസ് ചെയ്യാത്തൊരു വേരിയബിൾ ആണ്, സോ അതിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സം ഫൈൻഡ് ചെയ്തു. റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ സം ആണ്, അപ്പോൾ റിട്ടേൺ ഓഫ് സം എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഓഫ് സം എന്ന് പറയുമ്പോൾ സമ്മിൻ്റെ ടൈപ്പ് ഇൻറ്റ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി ഈ വാല്യൂ റിട്ടേൺ ഓഫ് സം വിളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അത് പോവുക ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് കേട്ടോ. എവിടെ നിന്നാണോ കോള് വന്നത് അവിടേക്ക് പോകും. അപ്പോൾ സം വാല്യൂ റിട്ടേൺ ചെയ്തിട്ട് അത് എസ്സിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, അസൈൻ ചെയ്യും. നമുക്ക് ഈ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും എസ്, ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്, അതല്ല എസ് യൂസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് താഴെ റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫങ്ഷൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമുക്ക് ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ഫങ്ഷന് മുകളിലായിട്ട് ഡിക്ലെയർ ചെയ്യണം. ഈ ഒരു ഫങ്ഷൻ ഡെഫിനീഷൻ തന്നെയാണ് ഫങ്ഷൻ ഡിക്ലറേഷനിൽ എഴുതുന്നത്. ഇൻറ്റ്
ദെൻ ഫംഗ്ഷൻ നെയിം ആഡ്. പിന്നെ ഇവിടെ വേരിയബിൾസ് എഴുതുന്നില്ല, ടൈപ്സ് കോമ ഇട്ടിട്ട് നമുക്ക് മുകളിൽ എഴുതണം. ഡിക്ലറേഷൻ കഴിയുമ്പോൾ സെമി കോളൻ ഉണ്ടായിരിക്കണം. പക്ഷേ ഫംഗ്ഷൻ ഡെഫിനേഷൻ ഇവിടെ റൈറ്റ് ചെയ്യുമ്പോൾ സെമി കോളൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഫംഗ്ഷൻ്റെ അതേ പ്രോഗ്രാം തന്നെ വിത്തൗട്ട് റിട്ടേൺ വാല്യൂ ആണ്. void main int ab enter two numbers. ab numbers കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു. ഫംഗ്ഷൻ കോൾ ചെയ്യാണ് add a, b. ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ല, അതുകൊണ്ട് add a, b എന്നേ ഉള്ളൂ. ആ ലൈൻ വിളിച്ചു കഴിയുമ്പോൾ add എന്ന് പറയുന്ന പോർഷനിലേക്ക് അത് പോകും. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ എഴുതേണ്ടത് എന്താ? റിട്ടേൺ ടൈപ്പാണ്. ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ല. റിട്ടേൺ ടൈപ്പ് ഇല്ല എങ്കിൽ നമുക്ക് അവിടെ void യൂസ് ചെയ്യാം. സോ void add എ ബി അവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്. അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഇൻഡെക്സ് ഇൻറ്റു വൈ കൊടുത്തിട്ടുണ്ട്. ദെൻ സം ഫൈൻഡ് ചെയ്യുന്നു, സം ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു. ആ ഓപ്പറേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. തിരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് അത് റിട്ടേൺ ചെയ്തു പോകും. ഓക്കെ, റിട്ടേൺ ചെയ്തു പോകുമ്പോൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. പ്രോഗ്രാം തിരിച്ച് add a, b എന്ന് പറഞ്ഞ പോർഷനിലേക്ക് പോവുള്ളൂ. വാല്യൂസ് ഒന്നും അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ void വന്നിട്ടുള്ളത്. ഇനി addൻ്റെ താഴെ വേറെ ലൈൻസ് ഒന്നുമില്ല. ലൈൻസ് ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമായിരുന്നു. ഡിക്ലറേഷനാണ് void. സോ ഇവിടെ void തന്നെ add int കൊടുത്തു. ദെൻ ലാസ്റ്റ് സെമിക്കോളൻ. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഓക്കെ, ദെൻ ഇത് തന്നെ നോ റിട്ടേൺ വാല്യൂ, നോ ആർഗ്യുമെൻറ്റ്സ് ആണ് എന്താ വരിക? വോയിഡ് ആഡ് പറ്റില്ല, കാരണം ആഡ് ചെയ്യണമെങ്കിൽ എന്തായാലും 2 നമ്പേഴ്സ് പാസ് ചെയ്യിക്കണമല്ലോ. മുമ്പ് നമ്മൾ മെസ്സേജ് എന്നാണ് കൊടുത്തത്. അപ്പോൾ വോയിഡ് മെസ്സേജ്, അവിടെ വാല്യൂസ് ഒന്നും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്നും എഴുതണ്ട, ജസ്റ്റ് ഓപ്പൺ ക്ലോസ് ബ്രേസ് ഇട്ട് കൊടുത്താൽ മതി. ഏതാ? നോ റിട്ടേൺ വാല്യൂ, നോ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇതുവരെ എടുത്ത പോർഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.